മമ്മിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണ്? കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡി, മമ്മി, ഞാനും കനിയും. കൂടെ അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന്, ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ. നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക്, അല്ലേ കനി? ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലായിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായ ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത്, പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാൾ ഒത്തിരി നല്ലതെന്ന മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോവും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ പറയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ കനി വളരല്ലേ. ഒന്ന് വേഗം മമ്മി, എനിക്ക് വിശക്കണു. റെഡിയായി, മോളിരുന്നോ? മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ? ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. ഇല്ല, മോഹൻ ഇരുന്നോ? വിശന്നു അല്ലേ? നിധി എവിടെ? ചേച്ചി, ഫുഡ് റെഡി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിൽ 100-300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്ന എന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും.
മോളെ വന്ന് കഴിക്ക്. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാ പറയണത്, വിവരമുള്ളവർ പറയുമ്പോ അനുസരിക്കണം. വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി നിൽക്കാൻ. ഇപ്പൊ ചമ്മീപ്പ സമാനമല്ലോ. പോട്ടെ പോട്ടെ, എല്ലാം കഴിഞ്ഞു പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ടൈമിംഗ് ആടാ ബെസ്റ്റ് ടൈമിംഗ്. ഓടാ നോക്കിങ് എന്നൊക്കെ ചവിട്ടോട്ടാ, നാട്ടുകാരെ കിട്ടും. ഓടാ വെള്ളപ്പന്നി. അവന്മാര് ചുമ്മാ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? നത്തിങ്. ഇവനെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പാക്ക് ചെയ്യാൻ പോകുന്ന നിധി, അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഇവിടെ നോക്കടാ, അവിടെ ഇഷ്ടം പോലെ +2 സ്കൂളുകളുണ്ട്. ഇനി അവിടെ പഠിച്ചാ മതി മോൻ. എനിക്ക് കൂട്ടിനെന്നും പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ഒരു നേരം വീട്ടിൽ കാണൂല. പോരാത്തതിന് ഈ കുട്ടി റൊമാൻസും. ദേ, എന്നെ ഭരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എനിക്കത് ഇഷ്ടമല്ല. എന്താടാ ഭരിച്ചാല്? നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാ ഞാൻ. എപ്പോഴും അതിങ്ങനെ പറയണം. ഒന്നുമില്ലേലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കാന്ന് വെച്ചാ പോടാ അവിടുന്ന്. നിങ്ങളിരുന്ന് വഴക്കൂട, ഞാൻ പോവാ. പിന്നെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അത് ചുമ്മാതെ ചേച്ചി, ഞങ്ങൾ തമ്മിൽ തിക് റൊമാൻസാ. നുണയാ ചേച്ചി. ഞാൻ പതുക്കെ ആ കൊച്ചിനെ വീഴ്ത്തിക്കൊണ്ടുവരുമായിരുന്നു. നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇപ്പൊ ചേച്ചിക്ക് സമാനായല്ലോ. ആഹാ, 5 വയസ്സ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവ കാര്യങ്ങളിലെ 5 പൈസയുടെങ്കിലും വിവരം വേണം, വിവരം. മോളെത്തിയോ? പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. പപ്പയ്ക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ അങ്ങ് പോന്നു. പിന്നെ ഇവളുമായി കുറച്ചു നേരം കളിക്കാന്ന് കരുതി. അല്ല മോളെ? ഇതുവരെ യൂണിഫോം മാറ്റില്ലേ നീ? വന്നേ. എന്താ നിധി ഇത്? ഇവളെയും കൊണ്ട് നീ ഇതെങ്ങോട്ടാ പോയത്? പപ്പ വിളിച്ചു പറഞ്ഞു. സനയുടെ വീട്ടിൽ പോയതാ, നോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. എവിടെ പോകുകയാണേലും പപ്പയോട് പറഞ്ഞിട്ട് പോയിക്കൂടെ? സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് ചേച്ചിയുടെ മൂഡ് ശരിയല്ല മമ്മി. മിസ്സിന്റെ അടിയിട്ടീന്നാ തോന്നുന്നേ. എനിക്കൊന്നും അടി കിട്ടിയില്ല. ആ പോട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലേ. അല്ലെങ്കിൽ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, ഡ്രൈവറോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം. വരട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇനി എന്തായാലും മമ്മിയുടെ കൂടെ പോവാം. കുറച്ച് നാളായി ഷോപ്പിൽ വന്നിട്ട്. ഹായ് പ്രീതാൻഡി. എടാ ചെറുക്ക, ഞാനിന്നൊരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോവാ. അതിന് ഞാൻ എന്തോണം? തല കുത്തിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോ. ഞാനില്ലേ, ആ ഉണക്ക പ്രോഗ്രാം ടിവിയിൽ പറഞ്ഞ ദിവസം പറഞ്ഞാ മതി. അന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പറയാനാ. അബദ്ധത്തിനൊന്നും TV ഓൺ ചെയ്ത് കളയല്ലേ എന്ന്. ഓക്കെ, എന്റെ ഉണക്ക പ്രോഗ്രാമിന് എന്തായാലും ഒരാൾ കാണും. അതാര്? ഞാൻ അയാൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു മരമണ്ടൂസും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി പോയിട്ട് വരട്ടെ ചക്കരക്കുട്ട. വരുമ്പോ ചിലപ്പോ സന്ധ്യയാവും. നിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഒരു സ്കൂളില് അവരുടെ ജൂബിലിയാ. അച്ഛമ്മേ, ഞാൻ പോവാട്ടോ. ഈ ചെറുക്കനെ ഇന്ന് പുറത്തേക്ക് വിടണ്ട, അവർ റെസ്റ്റ് എടുക്കട്ടെ. ആ വാതിലൊക്കെ അടിച്ച് കുറ്റിയിട്ടേക്ക്. എന്താ ഇനി കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ഈ ചെറുക്കന്റെ ഓരോ വട്ട്. ഏത് സ്കൂളിലെ ചേച്ചി? സത്യം പറ. എന്റെ അനിയച്ചാരുടെ ഒരു ഗേൾ ഫ്രണ്ട് പഠിക്കുന്നുണ്ട് ആ സ്കൂളില്. അത്രേ അറിയൂ. അയ്യോ, ഞാനുണ്ട്. ഏയ്, ഇത് ഉണക്ക പ്രോഗ്രാമാ, മോൻ വരണ്ട. എന്തുടക്കായാലും വേണ്ടൂല, ഞാനുണ്ട്. എന്റെ പൊന്നേച്ചിയല്ലേ, ഒരു 2 മിനിറ്റ്സ് ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ ദേ എത്തി. ഓ, എന്തൊരു സ്നേഹം പൊന്നേച്ചി. ആദ്യം എന്തായിരുന്നു ജാട? അത് കാര്യം അറിയണ്ടല്ലേ ചേച്ചി.
സോറി. ഇങ്ങനെ സോറി പറഞ്ഞാ പോരാ, കാല് പിടിച്ച് സോറി പറയടാ. അത് വേണോ? വേണം, പിടിയടാ. സോറി സോറി സോറി. ശരി, കേറ്. അയ്യോ, ഡ്രസ്. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ G9 മിസ്സിസ് അന്ന കുര്യന്റെ ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിവാസല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സിസ് അന്ന കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് വർഷം 7 ആയെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2ാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്, അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത് സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം, ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്, അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഓ പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ? വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കുക. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ? എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്ക് എന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി.
വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്.